എന്റെ അനിയ, ഈ ചടങ്ങ് മുടക്കി എന്റെ അനിയൻ എവിടുന്ന് പിടിച്ചോണ്ട് പോവെന്ന് കരുതണ്ട. സാറിനേക്കാൾ ഉയർന്ന റാങ്കുള്ള പോലീസുകാരായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ഡിവൈഎസ്പിയോ എസ്പിയോ ആരെയാന്ന് വെച്ചാൽ ഞങ്ങൾ വിളിച്ചോളാം. ചേച്ചി ചേച്ചി വെറുതെ ഇരിക്കുക. അനിയ, സാർ, പ്രാണരക്ഷാർത്ഥം അങ്ങനെ ചെയ്തു പോയതാ. നിയമത്തിന് മുമ്പിൽ അത് കുറ്റം തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. വേറെ എക്സ്ക്യൂസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങ് കഴിയുന്നതുവരെ ഒരു 5 മിനിറ്റ് അതെനിക്ക് അനുവദിച്ചു തരണം. ഓക്കെ, ഇനി ഞാൻ അതിന് തടസ്സം നിന്നെന്ന് പറയണ്ട. ചടങ്ങുകൾ നടത്തിക്കോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓ വേണ്ട, ഇനി ഇങ്ങനൊരു ചടങ്ങ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുമ്പ് ഒരു കൊലപാതകത്തിന്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞത് ആരോ കരുതി കൂട്ടി ചതിച്ചതാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാ ഇപ്പൊ അങ്ങനെ ഒരാളുടെ മകളെ ഞങ്ങളുടെ മകന് വേണ്ട. അശ്വതി, അങ്ങനെ പറയരുതേ. സംഭവിച്ചതെന്താണെന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങൾക്കിനി ഒന്നും കേൾക്കണ്ട. ഒരു കൊലപാതകിയുടെ മകളെ എന്റെ മകന് ഭാര്യയായിട്ട് വേണ്ട. ആനന്ദേ, വന്നേ. അശ്വതി, എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് കൂടുതൽ ഒന്നും സംസാരിക്കാനില്ല. ഞാനും എന്റെ മകനും ഇറങ്ങുവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. അശ്വതി പ്ലീസ്. അച്ഛൻ ആരുടെയും കാല് പിടിക്കണ്ട. അച്ഛനെ മനസ്സിലാക്കാത്തവരെ ഉൾക്കൊള്ളാൻ എനിക്കും ബുദ്ധിമുട്ടാണ്. അവരെ പൊക്കിയോട്ടെ. അച്ഛനെ നിങ്ങൾ ആരും വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് നല്ല വിശ്വാസം, ദൈവത്തെ പോലെ വിശ്വാസം. അത് ചോദ്യം ചെയ്യാൻ ആരും ഞങ്ങൾ അനുവദിക്കില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷേ നിയമം ഒരുപോലെ എല്ലാവർക്കും ബാധകമാണ്. മരണക്കിടക്കയിൽ കിടക്കുന്ന അയാൾക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേ. അതല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മറ്റു മാർഗമൊന്നുമില്ല. ഓക്കെ സാർ, ഇപ്പൊ സംഭവിച്ച ഈ നഷ്ടത്തിനപ്പുറം തൽക്കാലം എനിക്ക് മറ്റൊന്നുമില്ല. സാറിനെ അറസ്റ്റ് ചെയ്തോളൂ. സർ പ്ലീസ്, അച്ഛനെ വിലങ്ങ് വെക്കരുത് സർ. ഞാൻ പറയുന്നു, ഒന്ന് കേക്ക് സർ, പ്ലീസ്. എന്റെ അനിയ, മാറങ്ങോട്ട്. സാറേ, ഇതിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. എന്റെ അനിയൻ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ നിമിഷം സാറും മനസ്സിൽ എഴുതി വെച്ചോ, ഇതിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. അച്ഛന് ഭാഗ്യമില്ലാണ്ടായി പോയി മോളെ. മോള് പേടിക്കണ്ട. സത്യം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അച്ഛനൊന്നും സംഭവിക്കാതെ പുറത്തു വരും. നമ്മൾ ജീവിക്കൂടെ മോളെ? അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മോളോടൊപ്പം അച്ഛൻ ജീവിക്കും. ശാന്തി, ഒരിക്കൽ കൂടി ഞാൻ എന്റെ മോളെ നിന്നെ ഏൽപ്പിക്കുക. തളർന്നു പോവാതെ നീ അവളെ നോക്കണം കേട്ടോ. എല്ലാരും പുഴയോരത്തുണ്ടാവണം. നിങ്ങൾ മാത്രമല്ല, എല്ലാരും ഉണ്ടാവണം എന്റെ മോളുടെ കൂടെ. സർ വരൂ. അച്ഛാ, അച്ഛാ,
അച്ഛാ അയ്യോ അച്ഛാ വിട് മോളെ അച്ഛാ അച്ഛാ എന്നെ വിട്ടിട്ട് പോവല്ലേ അച്ഛാ അച്ഛാ എന്നെ വിട്ട് പോവല്ലേ അച്ഛാ മോള് വിഷമിക്കില്ലേ? അച്ഛാ മോള് കരയില്ലേ മോളെ? അച്ഛാ അച്ഛനൊന്നും പറ്റില്ല. മോള് സമാധാനായിട്ടിരിക്കെ. അച്ഛാ ഒന്നും പറ്റില്ല മോളെ. അച്ഛാ 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 മോളെ മോളെ കൃഷ്ണേ മോളെ കൃഷ്ണ മോളെ കൃഷ്ണ മമ്മി മമ്മി എന്തിനാ എനിക്കുള്ള അതേ ഡ്രസ്സും ഓർണമെന്റ്സും അവക്ക് വാങ്ങിച്ചു കൊടുത്തത്? മോളെ അത് പിന്നെ ഈ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണ്ടേ? കൊറേ ആയി ഇതിങ്ങനെ ആവർത്തിക്കുന്നു. അവളുടെ ദേഹത്തിട്ട അതേപോലത്തെ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ എന്റെ ദേഹത്ത് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗാഥ മോളെ നീ എന്തേ കാണിക്കുന്നേ? മമ്മി ഗാഥ ശ്രീനിവാസന് മറ്റൊരുത്ത് ഉപയോഗിച്ച പോലത്തെ ആഭരണങ്ങൾ ഇടേണ്ട ഗതികേടെ തൽക്കാലം ഇല്ല. ഇപ്പൊ എന്തായാലും മോതിരമാറ്റൽ ചടങ്ങൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും. ഇനി എന്തായാലും ആ ആനന്ദ് എന്ന് പറയുന്നവന്റെ തലയിൽ തന്നെയായിരിക്കും അവള്. എന്തായാലും മമ്മിയുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചു.